നമസ്കാരം. ആഗോള സമ്പദ് വ്യവസ്ഥയെയും പശ്ചിമേഷ്യയുടെ സുരക്ഷയും എല്ലാം തന്നെ മുൾമുനയിൽ നിർത്തിക്കൊണ്ടാണ് ഇപ്പോൾ അമേരിക്ക ഇറാൻ നയതന്ത്ര ബന്ധം മുന്നോട്ട് നീങ്ങുന്നത്. ഇന്ന് സമാധാന ചർച്ച നടത്തും എന്നായിരുന്നു നേരത്തെ പ്രഖ്യാപിച്ചിരുന്നത്. എന്നാൽ ഇറാൻ ആകട്ടെ ഇപ്പോൾ ചർച്ചയിൽ നിന്ന് പിൻവാങ്ങിയ മട്ടാണ്. അമേരിക്കയിൽ നിന്ന് വൈസ് പ്രസിഡന്റ് JD വാൻസ് ഉൾപ്പെടെയുള്ള ഉന്നതതല സംഘത്തെയാണ് ചർച്ചകൾക്കായി വീണ്ടും ഇസ്ലാമാബാദിലേക്ക് അയക്കുക എന്നാണ് നേരത്തെ അറിയിച്ചിരുന്നത്. എങ്കിലും അവർ ഇന്ന് എത്തുമോ എന്നുള്ള കാര്യം ഉറപ്പില്ല. അതേസമയം ഇറാൻ ആകട്ടെ തങ്ങളുടെ നിലപാടിൽ മാറ്റം വരുത്താതെ അമേരിക്കയുമായി ഇനി ചർച്ചയ്ക്കില്ല എന്ന ശക്തമായ ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസമാണ് അമേരിക്ക ഇറാൻ്റെ ഒരു ചരക്ക് കപ്പൽ വെടി വെച്ചതിന് ശേഷം പിടിച്ചെടുത്തത്. ഇതിനെ കടൽക്കൊള്ള എന്നാണ് ഇറാൻ വിശേഷിപ്പിച്ചത്. അപ്പോൾ ഈ ഒരു പശ്ചാത്തലത്തിൽ ഇനി എങ്ങനെയാണ് ചർച്ചകൾ മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. കൂടാതെ മറ്റൊരു പ്രധാന പ്രതിസന്ധി വരാൻ ഇടയുള്ളത് നാളെയാണ് ഇറാനും അമേരിക്കയുമായുള്ള വെടിനിർത്തൽ കരാർ അവസാനിക്കുന്നത്. നാളെ ഇക്കാര്യത്തിലൊരു തീരുമാനമുണ്ടായില്ലെങ്കിൽ ഇറാനിൽ നിരന്തരമായി തങ്ങൾ ബോംബ് വർഷിക്കും എന്നാണ് ട്രംപ് ഭീഷണിപ്പെടുത്തിയിരിക്കുന്നത്. ഇസ്രായേലും ലെബനുമായുള്ള വെടിനിർത്തൽ കരാർ വലിയ താമസിയാതെ അവസാനിക്കും. അപ്പോഴെന്താകും അവസ്ഥ എന്നുള്ള കാര്യവും ഇപ്പോഴും ആശങ്കയിലാണ്. ഏതായാലും ഗൾഫ് രാജ്യങ്ങൾ വലിയ തോതിലുള്ള പ്രതിസന്ധിയിലാണ് ഇതിലൂടെ വന്നുപെട്ടിരിക്കുന്നത്. ഹോർമോസ് കടലിടുക്ക് അമേരിക്കയുടെയും ഇറാൻ്റെയൊക്കെ ഉപരോധം കാരണം ഇപ്പോൾ അതുവഴി കപ്പലുകളൊന്നും തന്നെ കടന്നു പോകാത്ത അവസ്ഥയാണ് ഉള്ളത്. കഴിഞ്ഞ ദിവസം വെറും 3 കപ്പലുകളോ മറ്റോ മാത്രമാണ് ഇതുവഴി കടന്നുപോയത്. ലോകത്തെ എല്ലാ രാജ്യങ്ങളും ആശ്രയിക്കുന്നത് ഇതുവഴി എത്തിക്കുന്ന എണ്ണയും പ്രകൃതിവാതകവും മറ്റുമാണ്. അതുകൊണ്ട് തന്നെ എല്ലാ ലോകരാഷ്ട്രങ്ങളെയും ഇത് ദോഷകരമായി തന്നെ ബാധിക്കുമെന്നെല്ലാവർക്കും അറിയാമെങ്കിലും ഡൊണാൾഡ് ട്രംപിൻ്റെ പിടിവാശിയും ഇറാൻ ഇക്കാര്യത്തിൽ ഒട്ടും വിട്ടുതരേണ്ടതില്ല അല്ലെങ്കിൽ വിട്ടു നൽകേണ്ടതില്ല എന്നുള്ള അവരുടെ നിർബന്ധ ബുദ്ധിയുമാണ് ഇപ്പോഴും ചർച്ചകളെ അനിശ്ചിതത്വത്തിലാക്കുന്നത്. ആദ്യഘട്ട സമാധാന ചർച്ച ഇസ്ലാമാബാദിൽ നടന്ന സമയത്ത് അന്ന് അവസാന നിമിഷമാണ് ചർച്ച പൊളിഞ്ഞത് എന്നാണ് ഇറാൻ ആരോപിക്കുന്നത്. അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസിന് ഒരു ഫോൺ കോൾ എത്തിയെന്നും അത് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ആയിരുന്നുവെന്നും ഇപ്പോൾ ചർച്ചയിൽ ഉണ്ടായ സമാധാന നിർദ്ദേശങ്ങളൊന്നും തന്നെ തങ്ങൾ അംഗീകരിക്കുകയില്ല എന്ന് ഇസ്രായേൽ പറഞ്ഞ പശ്ചാത്തലത്തിലാണ് JD വാൻസ് പെട്ടെന്ന് തന്നെ തൻ്റെ നിലപാട് മാറ്റിയത് എന്നുമാണ് ഇറാൻ ആരോപിക്കുന്നത്. അതേസമയം ഇറാൻ ഇപ്പോഴും പറയുന്നത് അമേരിക്കയുടെ യുദ്ധക്കപ്പലുകൾ തങ്ങൾ ആക്രമിക്കുമെന്നാണ്. ഇറാൻ്റെ വകയായിട്ടുള്ള 5000-ഓളം വരുന്ന സ്പീഡ് ബോട്ടുകൾ ഉപയോഗിച്ചുകൊണ്ട് അമേരിക്കൻ പടക്കപ്പലുകളെ നേരിടാനാണ് ഇറാൻ്റെ നീക്കം. എന്നാൽ ആഗോളതലത്തിൽ ഇത് വലിയ തോതിലുള്ള പ്രതിസന്ധി തന്നെയാണ് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. മിക്ക ലോക രാജ്യങ്ങളിലും ഇപ്പോൾ ഇന്ധന കുറവ് വലിയ തോതിൽ അനുഭവപ്പെടുന്നുണ്ട്. ഗൾഫ് രാജ്യങ്ങളിൽ പ്രത്യേകിച്ച് ഖത്തറിൽ നിന്നാണ് ലോകത്തെ ഏറ്റവും അധികം ഗ്യാസ് പ്രകൃതിവാതകം ഈ ഹോർമൂസ് കടലിൽ കൂടെ കൊണ്ടുപോകുന്നത്. പക്ഷേ അവിടെ ഈ ഇത്തരത്തിലുള്ള വിലക്ക് ഏർപ്പെടുത്തിയ പശ്ചാത്തലത്തിൽ കപ്പലുകളൊന്നും തന്നെ ഇതുവഴി പോകാത്ത ഒരു സ്ഥിതിയാണുള്ളത്. ഇതുവഴി കടന്നു പോകാൻ അനുമതി ഉണ്ടായിട്ട് പോലെ ഇന്ത്യൻ കപ്പലുകൾക്ക് നേരെ ഇറാൻ വെടിവെച്ചു എന്നുള്ളതും വലിയ തോതിലുള്ള ചർച്ചയ്ക്ക് വഴിവെച്ചിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള പശ്ചാത്തലത്തിൽ എങ്ങനെയാണ് മറ്റ് കപ്പലുകൾ ഇതുവഴി കടന്നു പോകുക എന്നുള്ളൊരു ചോദ്യവും അവിടെ ഉയരുന്നുണ്ട്. ആദ്യഘട്ടത്തിൽ ഇറാൻ ഹോർമൂസ് കടലിടുക്ക് തുറക്കാൻ തീരുമാനിച്ചിരുന്നു. എന്നാൽ പെട്ടെന്ന് തന്നെ അമേരിക്ക നിലപാട് മാറ്റിയ പശ്ചാത്തലത്തിലാണ് അവർ പറഞ്ഞത് ഇനി മുതൽ തങ്ങൾ വീണ്ടും ഹോർമൂസ് കടലിടുക്ക് അടച്ചിടാൻ പോവുകയാണ്. അപ്പോൾ ഏതായാലും ലോകത്തെ മുൾമുനയിൽ നിർത്തിക്കൊണ്ട് തന്നെയാണ് ഈ രണ്ട് രാജ്യങ്ങളും ഇപ്പോഴും പോരാട്ടം നടത്തുന്നത്. സാധാരണഗതിയിലുള്ള ഒരു യുദ്ധമല്ല ഇത് ഇവിടെ നടക്കുന്നത് എന്നാണ് നമുക്ക് പ്രത്യേകിച്ച് പറയേണ്ട ഒരു കാര്യം. കാരണം ആഗോള വിപണിയെ ബാധിക്കുന്ന തരത്തിലേക്ക് ഈ ഹോർമൂസ് കടലിടുക്ക് അടച്ചിടുന്നതിലൂടെ എണ്ണ കൊണ്ടുപോകാൻ അല്ലെങ്കിൽ നാച്ചുറൽ ഗ്യാസ് കൊണ്ടുപോകാനൊക്കെ തന്നെ കഴിയാത്ത ഒരവസ്ഥ സംജാതമാകുമ്പോൾ അത് വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ സൃഷ്ടിക്കും എന്നുള്ളത് ഉറപ്പാണ്. ഇപ്പോൾ തന്നെ പല രാജ്യങ്ങളിലും വിലക്കയറ്റവും തൊഴിലില്ലായ്മയും ഉൾപ്പെടെയുള്ള പ്രതിസന്ധികളിലേക്ക് ഇതുകൊണ്ട് എത്തിക്കും എന്നാണ് പറയപ്പെടുന്നത്. ഗൾഫ് രാജ്യങ്ങളൊക്കെ തന്നെ വളരെ ഭീതിയോടുകൂടിയാണ് ഇത് തൊറ്റുനോക്കുന്നത്. കഴിഞ്ഞ ഫെബ്രുവരി 18 ആരംഭിച്ച യുദ്ധം ഇത്രയും നാളായിട്ട്, അതായത് 2-ാം മാസത്തിലേക്ക് കടക്കുമ്പോഴും ഒരു ധാരണയുണ്ടാക്കാൻ കഴിയാതെ മുന്നോട്ട് നീങ്ങുന്നത് എല്ലാവരെയും ഒരുപോലെ തന്നെയാണ് വിഷമിപ്പിക്കുന്നത്.